കഥയുടെ പേര് എഴുത്ത്. മീനുവിൻ്റേത് പ്രണയവിവാഹമായിരുന്നില്ലേ എന്ന ചോദ്യം കേൾക്കുമ്പോഴൊക്കെ അവൾ ഓർക്കും, അതെ, എൻ്റേത് പ്രണയവിവാഹമായിരുന്നു. വിവാഹം വരെ മാത്രം നീണ്ടുനിന്നൊരു പ്രണയം. മീനുവിൻ്റെയും ദിലീപിൻ്റെയും ആദ്യ കൂടിക്കാഴ്ചയെപ്പറ്റിയും പ്രണയത്തെപ്പറ്റിയും കല്യാണം കഴിഞ്ഞ നാൾ തൊട്ട് ആളുകൾ ചോദിക്കുമ്പോൾ വളരെ ആവേശത്തോടെയാണ് അവളത് വിവരിച്ചു കൊടുത്തത്. പിന്നെ പിന്നെ അത് വെറും കഥയായും കഥയിൽ മാത്രം നിറഞ്ഞു നിന്ന പ്രണയമായും മാറിയെന്ന് അവൾ തിരിച്ചറിഞ്ഞു. കാമുകിയായിരിക്കുമ്പോൾ അവളുടെ എല്ലാം ഇഷ്ടപ്പെട്ടിരുന്ന ദിലീപിന് തൻ്റെ ഭാര്യയുടെ പ്രവൃത്തികൾ എല്ലാം അങ്ങനെ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിന്മേലും അവൻ്റെ ഒരു നിയന്ത്രണവും വന്നു. ദിലീപ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കായെന്ന് തോന്നി തുടങ്ങിയപ്പോൾ അവൾ അടുത്തുള്ള ലൈബ്രറിയിൽ നിന്നും പുസ്തകങ്ങൾ വരുത്തി വായിച്ചു തുടങ്ങി. മീനാക്ഷി പുസ്തകങ്ങൾ വായിക്കുന്ന കൂട്ടത്തിലാണല്ലേ? ഇന്നലെ ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടിരുന്നു എന്ന് കൂടെ വർക്ക് ചെയ്യുന്ന ഇന്ദിര പറഞ്ഞപ്പോഴാണ് താൻ ഇല്ലാത്ത സമയങ്ങളിൽ വീടിന് പുറത്ത് മറ്റു പലയിടങ്ങളിലുമാണ് അവൾ ചിലവഴിക്കുന്നത് എന്ന് ദിലീപ് പറഞ്ഞത്. അന്നു രാത്രി ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടായി. നീ എന്താ പുറത്തു പോകുമ്പോൾ എന്നോടൊന്നും പറയാത്തത്? അല്ലെങ്കിലും പുറത്തു പോകേണ്ടതിന്റെ ആവശ്യം എന്താ നിനക്ക്? എല്ലാ സൗകര്യവും ഞാനിവിടെ ഒരുക്കുന്നില്ലേ? വേണ്ട വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ഭക്ഷണം, എല്ലാ സുഖസൗകര്യവും നിനക്കിവിടെ ഇല്ലേ? പിന്നെ എന്തിനാണ് ആൾക്കാരെ കാണിക്കാൻ ഇങ്ങനെ പുറത്തൊക്കെ? എനിക്ക് നീ പുറത്തിറങ്ങുന്നതും മറ്റാളുകളുമായി സംസാരിക്കുന്നതൊന്നും ഇഷ്ടമല്ല. തിരിച്ച് 2-3 മറുപടി പറയണമെന്ന് തോന്നി അവൾക്ക്. പക്ഷെ ഒന്നും പറഞ്ഞില്ല, മിണ്ടാതെ കേട്ടിരുന്നു. എന്നാൽ അവൾ തൻ്റെ പ്രവൃത്തികൾ ആവർത്തിക്കാതെയിരുന്നില്ല. TV-യിൽ കണ്ട ഒരു പാട്ടുകാരിയെ പോലെ അവൾ മുടി മുറിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അവൾക്ക് ഭ്രാന്താണെന്ന്. സാരിയിൽ നിന്നും അവൾ ചുരിദാറിലേക്ക് മാറിയപ്പോഴും അടുത്തുള്ള പാട്ടുക്ലാസ്സിൽ പോകാൻ തുടങ്ങിയപ്പോഴും ഏതോ മനോരോഗത്തിന്റെ തുടക്കമായാണ് എല്ലാവരും അതിനെ വിലയിരുത്തിയത്. അല്ലെങ്കിൽ ഈ 30-ാം വയസ്സിലൊക്കെ ആരേലും പാട്ട് പഠിക്കാൻ പോവുമോ എന്നാണ് ബന്ധുക്കൾ ചോദിച്ചത്. കല്യാണം കഴിഞ്ഞ് ഇത്ര നാളുകളായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാത്തതാണ് ഇതിന്റെ കാരണമെന്ന് അമ്മയടക്കം പറഞ്ഞപ്പോൾ ദിലീപ് അത് ശരിയായിരിക്കും എന്നുറപ്പിച്ചു. എന്നാൽ മാനസികമായി അടുപ്പമില്ലാത്തവർ തമ്മിൽ ശാരീരികമായ അടുപ്പമുണ്ടാകുന്നതിൽ പ്രസക്തിയില്ലെന്ന് മീനു വാദിച്ചു. എന്നാൽ സ്വതവേ സംസാരിക്കാത്ത, താൻ എന്തു പറഞ്ഞാലും മിണ്ടാതെ കേൾക്കുന്ന അവളിലെ ഈ മാറ്റം ദിലീപിൽ ആശ്ചര്യമുണ്ടാക്കി. ആയിടക്കാണ് ഒരു മാസികയിൽ അച്ചടിച്ചു വന്ന ലേഖനം അവൾ വായിക്കാനിടയായത്. സ്ത്രീകൾ സർഗശേഷിയില്ലാത്തവരാണെന്നും വീട്ടുകാര്യങ്ങളും മറ്റി നോക്കി ജീവിക്കാൻ കഴിയുന്നവർ മാത്രമാണെന്നും തുടങ്ങി സ്ത്രീകളെ താഴ്ത്തിക്കെട്ടുന്ന കണക്കായിരുന്നു ആ ലേഖനം. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് അവർ എഴുതി വച്ചിരിക്കുന്നത്! മീനുവിന്റെ അടുത്ത നീക്കം അതിനൊരു മറുപടി എഴുതി അയക്കുക എന്നതായിരുന്നു. ആ ലേഖനത്തിലെ നിരീക്ഷണങ്ങളെ അപ്പാടെ ചോദ്യം ചെയ്തുകൊണ്ടും എതിർത്തുകൊണ്ടുമായിരുന്നു അവളുടെ ആ മറുപടി. അതേ മാസികയിൽ തന്നെ ഈ മറുപടി അച്ചടിച്ചു വന്നപ്പോൾ ദിലീപിന് അതിശയവും ദേഷ്യവും തോന്നി. നിനക്കിത്ര ധൈര്യം എവിടുന്ന് കിട്ടി? തന്നിഷ്ടത്തിന് എന്തും ചെയ്യാമെന്നാണോ? ഇനിയും ഒന്നും മിണ്ടിയില്ലെങ്കിൽ ശരിയാവില്ലെന്ന് തോന്നിയതിനാലാവണം അവൾ പെട്ടെന്ന് മറുപടി പറഞ്ഞത്. ഞാൻ അടങ്ങുന്ന സ്ത്രീകളെ പറ്റി തെറ്റായി എഴുതി പിടിപ്പിച്ചതിന് മറുപടി അയച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? എനിക്ക് പറയാനുള്ളത് ഞാൻ എഴുതി അയച്ചു, അത്രമാത്രം. ഇനി എനിക്ക് മറുപടി പറയാനുള്ളത് നിങ്ങളോടാണ്. നിങ്ങൾ പറയുന്നതൊക്കെ ചെയ്യാനും നിങ്ങൾ പറയുന്നത് മാത്രം കേട്ട് ജീവിക്കാനും ഞാൻ ആരുടെയും അടിമയൊന്നുമല്ല. എനിക്കും ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളുമുണ്ട്. അത് നിറവേറ്റാൻ എനിക്ക് നന്നായി അറിയാം. ആഭരണങ്ങളും ഇഷ്ടമുള്ള വസ്ത്രങ്ങളും മറ്റും തന്ന് ഒരു വിഗ്രഹത്തെ പോലെ ഈ വീട്ടിൽ പൂജിക്കപ്പെടേണ്ട ആളൊന്നുമല്ല ഞാൻ. എനിക്കും പലതും ചെയ്യാൻ കഴിയും. അല്ലെങ്കിലും എനിക്ക് നിങ്ങളെ ഓർത്ത് സഹതാപമാണ് തോന്നുന്നത്. പെണ്ണിന് പലതും ചെയ്യാൻ കഴിയും എന്ന് തിരിച്ചറിയുന്നവരാണ് ഇത്തരത്തിൽ പേടിച്ച് അവളെ ഇങ്ങനെ പൂട്ടിയിടുന്നത്. പക്ഷേ ഏത് കൂടും തുറന്ന് പറന്നു പോകാനുള്ള കഴിവ് അവൾക്കുണ്ട്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അവൾ തൻ്റെ ഉറച്ച കാൽവെപ്പുകളോടെ മുന്നോട്ടു നീങ്ങി. പുറത്തുനിന്നും കാറിന്റെ ശബ്ദം കേട്ടതും സുധ എഴുത്തിൽ നിന്നും ഉണർന്നു. വേഗം തന്നെ കട്ടിലിനടിയിൽ സൂക്ഷിച്ചിരുന്ന കടലാസുകൾക്കിടയിലേക്ക് അതും തിരികെ വെച്ചു. സുധേ എന്ന വിളി ഉയരും മുന്നേ തിരക്കിട്ട് അവൾ അടുക്കളയിലേക്ക് ഓടി.